അടുത്തതായി വഞ്ചിപ്പാട്ട്. എന്താണ് വഞ്ചിപ്പാട്ട്? ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ രാമപുരത്ത് വാര്യരെയും കൂട്ടി അലങ്കരിച്ച ജലവാഹനത്തിലുള്ള ഈ യാത്രക്കിടെ താൻ എഴുതിയ ഏതാനും ശ്ലോകങ്ങൾ വാര്യർ രാജാവിനെ പാടി കേൾപ്പിച്ചു. കുചേലവൃത്തത്തിലെ വരികളായിരുന്നു വാര്യർ പാടിയത്. തുഴക്കാരുടെ താളത്തിനൊത്ത് വഞ്ചിയിലിരുന്ന് പാടിയതുകൊണ്ട് വഞ്ചിപ്പാട്ട് എന്ന പേരും അതിന് വന്നു. വഞ്ചിപ്പാട്ടില്ലാതെ തിരുവാതിരകളിക്ക് പൂർണ്ണതയില്ല. വഞ്ചിപ്പാട്ടിന്റെ ചടുലതയോടും ഭംഗിയോടും കൂടി അടുത്ത ചുവടുകളിലേക്ക്. അക്കാലത്തൊന്നിച്ചു ഗുരുകുലവാസം ചെയ്ത മൂലം ചിൽക്കാതൽക്കു സതീർത്ഥനായിരുന്ന വിപ്രൻ. അക്കാലത്തൊന്നിച്ചു ഗുരുകുലവാസം ചെയ്ത മൂലം ചിൽക്കാതൽക്കു സതീർത്ഥനായിരുന്ന വിപ്രൻ. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ ദഗദേതേതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ ദഗദേതേതോ. ചൊൽക്കൊണ്ട കുചേലൻ ഭക്തി കൊണ്ടു ദാരിദ്ര്യ ദുഃഖവും ഉൾക്കൊള്ളാതെ കണ്ടില്ലത്തു ഭജിച്ചിരുന്നു. ചൊൽക്കൊണ്ട കുചേലൻ ഭക്തി കൊണ്ടു ദാരിദ്ര്യ ദുഃഖവും ഉൾക്കൊള്ളാതെ കണ്ടില്ലത്തു ഭജിച്ചിരുന്നു. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ ദഗദേതേതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ ദഗദേതേതോ ദിത്തേ ദഗദേതേതോ ദിത്തേ ദഗദേതേതോ ദിത്തേ ദഗദേതേതോ ദിത്തേ ദഗദേതേതോ.